ഒരു കുട്ടിക്ക് അച്ഛനില്ലാതാക്കിയിട്ട് ഇവന്മാരൊക്കെ ചിരി ഉണ്ടായിരുന്നു തെളിവെടുപ്പിൽ. വിക്ടറി ചിഹ്നം കാണിച്ചുകൊണ്ടാണ് പല അവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. കാര്യം അവന്മാർ ഇതൊരു പുണ്യ പ്രവൃത്തിയായി വിശ്വസിക്കുന്നു. ഇത് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്, സ്വർഗം കിട്ടുമെന്നാണ്. കോറികളാണ്. അച്ഛന് നഷ്ടപ്പെട്ട വേദനയിലും മകൾ ഭാരത് മാതാ കീ ജയ് എന്ന വിളികളോടെ വിളിക്കുന്ന ഒരു വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്, സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ചേട്ടാ, പാലക്കാട് ജില്ലയിലെ ബലിദാനികളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ വൈകാരികത നിറഞ്ഞ ഒരു സംഭവമായിരുന്നു പാലക്കാട് ശ്രീനിവാസൻ്റെ വധം. മെലാമുറിയിലെ അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി തീവ്രവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയ ശ്രീനിവാസൻ. ആ ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആരായിരുന്നു ശ്രീനിവാസൻ? ശ്രീനിവാസൻ പിന്നെ അദ്ദേഹം കാര്യകർത്ത RSS. അദ്ദേഹത്തിന് ഈ മെഷീനറി ആൻഡ് ഹിറ്റ് സ്ക്വാഡ്, ഇതാണ് SDP പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്രമി സംഘത്തിന് പേര്. കില്ലർ സ്ക്വാഡ്. അതിൻ്റെ NIA കണ്ടുപിടിച്ചിരിക്കുന്ന പേരാണ് മെഷീനറി ആൻഡ് ഹിറ്റ് സ്ക്വാഡ്. അത് രൂപം കൊടുത്തിട്ട് ആദ്യമായി കൊല്ലപ്പെടുന്ന, രാജ്യത്ത് തന്നെ ആദ്യമായി കൊല്ലപ്പെടുന്ന ആളാണ് ശ്രീനിവാസൻ. അതായത് മെഷീനറി ആൻഡ് ഹിറ്റ് സ്ക്വാഡിൻ്റെ പ്രത്യേകത, അവർ കൊലപ്പെടുത്താനുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കും. അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ് ഷെഫീഖാണ് ഈ ഹിറ്റ് സ്ക്വാഡിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ പ്രവർത്തകരെ ഈ സ്ക്വാഡിലേക്ക്, അഭിഷേക് പറഞ്ഞ കില്ലർ സ്ക്വാഡിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ ഷെഫീഖായിരുന്നു. ഷെഫീഖിനെ ഈ അടുത്തിടയ്ക്കാണ് പിടിച്ചത്. എവിടുന്നാണെന്നറിയോ? കൊല്ലം ജില്ലയിൽ നിന്ന്. കൊല്ലം ജില്ലയിലെ തഴവയിൽ നിന്നാണ് പിടിച്ചത്. തഴവയിൽ നിന്നാണ് പിടിച്ചത്. അപ്പോൾ ആ മേഖലയിൽ വർഷങ്ങളായിട്ട് ഈ സംഭവത്തിന് ശേഷം ഇത്രയും കാലവും ഇവൻ അവിടെയാണ് താമസിച്ചിരുന്നത്. ഇവനാണ് ഈ സംഘത്തിൽ, ഈ 6 അംഗ സംഘത്തെയും റിക്രൂട്ട് ചെയ്തത് ഇവനാണ്, ഈ ഷെഫീഖിൻ്റെ പ്രത്യേകത സ്ക്വാഡിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, ഒപ്പം കൊലപ്പെടുത്തുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. 1-ാം പ്രതി അഷ്റഫിനെ ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ്, അതായത് കാഫിറിനെ കൊലപ്പെടുത്തിയാൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇവൻ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തത്. ബാക്കിയുള്ളവരെ അങ്ങനെ റിക്രൂട്ട് ചെയ്തത്. കൊല ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണ് എന്ന് വിശ്വസിപ്പിച്ചു. അങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും. ഇതിലേണ്ട 1000-ത്തിലധികം പേരുണ്ട് എന്നാണ് NIA-യുടെ കണ്ടെത്തൽ ഈ കില്ലർ സ്ക്വാഡിൽ. സംസ്ഥാനത്ത് മാത്രം അത്ര വലുതാണ് ഹിറ്റ് സ്ക്വാഡ്. ഈ കേസിൽ ഒരു പ്രതി ആരാന്നറിയോ? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അതിപ്പോ ഭരണനിർവഹണത്തിന്റെ ഓരോ എല്ലാ മേഖലയിലുണ്ട്. ബാവാത്തങ്ങൾ ആരായിരുന്നു? അധ്യാപകനായിരുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത സഞ്ജിത്തിനെ കൊന്നത് ബാവത്തങ്ങളല്ല, സ്കൂളിലെ അധ്യാപകനായിരുന്നു, ഗവൺമെന്റ് അധ്യാപകനായിരുന്നു. ഇത് പോലീസിലുണ്ട്, അധ്യാപന മേഖലയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ വകുപ്പിലുണ്ട്, ഫയർഫോഴ്സിലുണ്ട്, എക്സൈസിലുണ്ട്, ഫോറസ്റ്റിലുണ്ട്. എല്ലാ മേഖലയിലും ഈ പറയുന്ന ഹിറ്റ് സ്ക്വാഡ് ഉണ്ട് എന്നാണ് NIA-യുടെ റിപ്പോർട്ട്. കേരളത്തിലെ എല്ലാ മേഖലയിലും ഇവർ കയറിക്കൂടിയിരിക്കുന്നു. ഇത് മിലിറ്ററി ഇൻ്റലിജൻസ് ഇവിടെ പറഞ്ഞു. ഇവിടുത്തെ ഭരണ സംവിധാനത്തിലെല്ലാം തന്നെ, നിങ്ങളുടെ ഭരണ സംവിധാനത്തിലെല്ലാം തന്നെ ഇവർ കയറിക്കൂടിയിരിക്കുന്നുവെന്ന് മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. NIA റിപ്പോർട്ടുണ്ട്. ഇവിടെ എല്ലാം കയറിക്കൂടിയിട്ടുണ്ട്. അങ്ങനെ ഈ മെഷീനറി ആൻഡ് ഹിറ്റ് സ്ക്വാഡ് തയ്യാറാക്കിയ ലിസ്റ്റിലെ ഒരാളായിരുന്നു ആര്? ശ്രീനിവാസൻ. ആ ലിസ്റ്റിൽപ്പെട്ട 57-ാമത്തെ ആളാണ് ശ്രീനിവാസൻ. കേരളത്തിൽ തയ്യാറാക്കിയ 57-ാമത്തെ ആൾ. ആ 57-ാമത്തെ ആളെയാണ് മേലാമുറിയിൽ ഏപ്രിൽ 16-ാം തീയതി ഉച്ചയ്ക്ക് 3 ബൈക്കിലായി എത്തിയ 6 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. 3 വെട്ട് തലയിലായിരുന്നു, 10 വെട്ട് ദേഹത്തും. വിഷുവായിരുന്നു. 10 വെട്ട് ദേഹത്തും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ പറയുന്ന സുബൈർ വധക്കേസിന് പ്രതികാരം എന്നാണ് പറഞ്ഞത്. ഈ സുബൈർ വധക്കേസിൽ എന്തെങ്കിലും പങ്ക് ഈ ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ, ശ്രീനിവാസൻ അന്ന് SKS എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ കടയുടെ പേര്, അതൊരു വർക്ക്ഷോപ്പാണ്, ആ കടയിൽ വന്ന് ഇരിക്കുമോ? വിഷു ദിനത്തിൽ വന്ന് ജോലിക്ക് വന്നിരിക്കുമോ? അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും മാറിയെന്നാൽ പോലെ. യാതൊരു പങ്കുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആശ്രയമായിട്ടുള്ള ഒരു പിതാവിനെ ഇവന്മാർ നട്ടുച്ചയ്ക്ക് കയറി വെട്ടിക്കൊലപ്പെടുത്തും 3 ബൈക്കിലായിട്ട്. ഷെഫീഖും അഷ്റഫും ഇത് തയ്യാറാക്കുന്നത് ഇവരുടെ ശ്രീനിവാസനെ കൊല്ലാൻ നേരത്തെ തന്നെ വേറൊരാളെ കൊല്ലാനായിരുന്നു
ഇവരുടെ തീരുമാനം. പക്ഷേ അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. RSSന്റെ ഒരു പ്രചാരകനെയാണ് ഇവർ ആദ്യം ലക്ഷ്യം വെച്ചത്. പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടത്. നമ്മൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസെടുത്താലും അതാണ്. ഇവർ ലിസ്റ്റിൽ തയ്യാറാക്കിയിരിക്കുന്നവരാരും സ്ഥലത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒടുവിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ തേടി ആ വീട്ടിൽ ചെല്ലുന്നത്. വേറെ ആരും ഇവരുടെ ലിസ്റ്റിൽപ്പെട്ട ആളല്ലായിരുന്നു. ഇത് ലിസ്റ്റിൽപ്പെട്ട ആളാണ്, 57ാമത്തെ ആള്. പക്ഷേ ഈ ശ്രീനിവാസൻ വധം നടക്കുന്നത് വിഷുദിനത്തിലാണെന്ന് പറഞ്ഞു. ഈ ഒരു സമയം പ്രദേശത്തെ മറ്റ് RSS നേതാക്കൾ അല്ലെങ്കിൽ RSSുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം സംസ്ഥാനത്തിന് പുറത്ത് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്ന ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ച് ഈ മൂത്താന്തറ അല്ലെങ്കിൽ മേലാമുറി എന്നൊക്കെ പറയുന്ന പ്രദേശം RSSന്റെ ഒരു നല്ല സ്വാധീനമാണ്. അങ്ങോട്ടേക്ക് കയറി പറ്റിയാൽ പിന്നീട് പുറത്തിറങ്ങണമെങ്കിൽ ഈ RSS തീരുമാനിക്കണം. അതെ, പ്രത്യേകിച്ച് ആ ഒരു സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. അകത്തേക്ക് കയറിയാൽ പിന്നെ ഒരു തിരിച്ചു വരവ് ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പോൾ ഈ വഴി വേണം തിരിച്ചിറങ്ങാൻ. എന്നിട്ടും ഇവർ ആ ഒരു സമയം അവിടെ എത്തിയെങ്കിൽ അവിടെ ആ സമയത്ത് RSSകാരായിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പ് ഉണ്ടായിരുന്നു. ഈ ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്ത 6 പേര്, കേസിലെ പ്രതികളാത്ത 71. ആസൂത്രണം നടത്തി. അത്രയും വലിയ ആസൂത്രണം, അതായത് 24 മണിക്കൂറിന് അകത്ത് അവർ അത്രയും വലിയ ആസൂത്രണം ഇക്കാര്യത്തിൽ നടത്തി. 3 മിനിറ്റിനാണ് ഈ സംഭവം. അതായത് വന്നു, കൊന്നു, പോയി. ഈ വന്നതിനും വന്നതിനും പോയതിനും ചെയ്തതിനും പോയതിനും 3 മിനിറ്റാണ്. 3 മിനിറ്റ് ഗ്യാപ്പിലാണ് അവരിത് ചെയ്തത്. അധികം സമയം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ അഭിഷേക് പറഞ്ഞ പോലെ നടക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 10 വെട്ടും തലയിൽ 3 വെട്ടും മാത്രമായിട്ട്, ഇല്ലെങ്കിൽ കൃത്യമായും മരണപ്പെടും എന്ന് ഉറപ്പിച്ച രീതിയിലാണ് അത് വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം രഞ്ജിത്ത് ശ്രീനിവാസനെ പോലെ ആയില്ല. അത് വലിയ രീതിയിൽ വെട്ടിയിട്ട് പോകാൻ അവരെ കൊണ്ട് പറ്റില്ല. നിമിഷ നേരം കൊണ്ട് ചെയ്തിട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ നിമിഷ നേരം കൊണ്ട് അവർ ചെയ്തിട്ട് കടന്നു കളഞ്ഞു. ഇതിലെ പ്രതികളെ ഇനിയും പിടിക്കാനുണ്ട്. പലരും ഗൾഫിലാണ്, വിദേശത്താണ്. ഇവിടെ കൊണ്ടുവരാൻ NIA ശ്രമിച്ചുകൊണ്ടായിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവിടുത്തെ കോടതി തുടരെ ഇവന്മാർക്ക് ജാമ്യം കൊടുത്തുകൊണ്ടിരിക്കുക. ഇവന്മാരൊക്കെ എപ്പോൾ കിട്ടും? GPS-ന്റെ ടവർ ലൊക്കേഷൻ പോലീസിന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. GPS-ന്റെ ടവർ ലൊക്കേഷൻ എന്താ? ഒരു ഫോൺ ഓണാക്കി വെച്ച് അവൻ്റെ വീട്ടിൽ വെച്ച് കൊടുത്താൽ പോരെ? എന്നിട്ട് അവൻ വേറെ ഫോണും കൊണ്ട് പോയാൽ പോരെ? ഇതെന്താ, ഇതൊന്നും അറിയുന്നില്ലേ? കാലം ഇത്രയും മാറിയതൊന്നും നിങ്ങളാരും അറിയുന്നില്ലേ എന്നാണ് നമ്മുടെ ചോദ്യം. GPS ലൊക്കേഷൻ, അവൻ്റെ ഫോണിൻ്റെ GPS ലൊക്കേഷൻ കൊടുക്കണം. അവൻ വേറെ സിമ്മും എടുത്തിട്ട് വേറെ ഫോണും എടുത്തിട്ട് സ്വന്തം ഫോൺ ഓണാക്കി വീട്ടിൽ ചാർജിലിട്ടിട്ട് വെച്ചിട്ട് പോയാൽ പോരെ? ആരും ഏൽപ്പിച്ചാൽ പോരെ? ലൊക്കേഷൻ ഇവിടെ കാണിക്കുമല്ലോ. അവൻ്റെ ലൊക്കേഷൻ എപ്പോഴും അവൻ്റെ വീട്ടിൽ കാണിക്കും. ഞാനിത് എൻ്റെ കയ്യിലുള്ള ഈ ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാൻ വേറൊരു ഫോൺ മേടിച്ചാൽ പോരെ? വേറെ ഫോണും മേടിച്ച് ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നു. എൻ്റെ ഫോൺ നാണ്ട് ഇവിടെ അഭിഷേകിൻ്റെ ഫ്രണ്ട് വെച്ചിരുന്നു. ഞാൻ അഭിഷേക് എൻ്റെ സുഹൃത്താണ്. അഭിഷേക് ഇത് ഓഫാകുമ്പോൾ ഓണാക്കി വെച്ചേക്കാൻ പറഞ്ഞ് പാസ്വേഡും പറഞ്ഞ് എന്നിട്ട് പോയി കഴിഞ്ഞാൽ അഭിഷേക് ഇത് ഓണാക്കി വെക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് കുത്തിയിട്ടിരുന്നാൽ മതി, അത് ഓണായിക്കൊണ്ടേയിരിക്കും. എല്ലാ കാലത്തും ഓണായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു 10 മാസം ഇത് ഓണായിരുന്നെന്ന് പറഞ്ഞിട്ട് ഇതിന് ഒന്നും സംഭവിക്കത്തില്ല. ഇത് പൊട്ടിത്തെറിച്ച് പോത്തുമില്ല. ഇതാണ് ഇവിടുത്തെ ജാമ്യം കൊടുത്തവന്മാർ എവിടെ പോകും? ഇവരെ കിട്ടാൻ വലിയ പാടായിനി. ജാമ്യം കൊടുത്തവന്മാർ മുങ്ങും. മുങ്ങൽ എന്ന് പറയുന്നത് ഇവന്മാരുടെ വലിയ പരിപാടിയാണ്. പക്ഷേ അതിന് അവർക്ക് തിരിച്ചു കിട്ടിയൊരു പണി ഭയങ്കരമായിരുന്നു. NIAക്ക് കൊടുത്തോളഞ്ഞ കേസ് NIAക്ക് വിട്ടു. 2022 ഡിസംബറിൽ ഈ കേസ് അങ്ങ് NIAക്ക് എടുത്തു കൊടുത്തു. ഇവന്മാർ NIAക്ക് കൊടുത്തതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അതങ്ങ് തള്ളിക്കളഞ്ഞു. ഇതിൽ 2 കുറ്റപത്രമാണുള്ളത്. ഒന്ന് കേരള പോലീസ് സമർപ്പിച്ച കുറ്റപത്രം, അതിൽ മൊത്തം 19 പ്രതികൾ. NIA വന്നപ്പോൾ ആ പ്രതികൾ 71ആയി. അതെങ്ങനായി? ഇത്രയും പേരിലേക്ക് നീളുന്ന ഒരു അന്വേഷണ മിടുക്ക് കേരള പോലീസിനില്ല. മാത്രമല്ല കേരള പോലീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ആരും അല്ല NIAയിലിരിക്കുന്നത്. NIAയിലിരിക്കുന്ന എല്ലാം വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ NIAയിലേക്ക്, ആ ടീമിനെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ വന്ന ആവശ്യം നേടിയെടുത്തിട്ട് അവർ കൊച്ചി NIA ടീമിൽ ഇട്ടിരിക്കുന്ന എല്ലാ മഹാരാഷ്ട്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടെ റിക്രൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടുത്തെ സംസ്ഥാനത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത പോലീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ വേറെ സംസ്ഥാനത്തിട്ടിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിൽ നിന്ന് എടുത്ത് NIA ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതിനേക്കാൾ വലിയ കുഴപ്പമുണ്ടാക്കും. അതാണ് ഇവിടുത്തെ CBIക്ക് ഇവിടെ സംഭവിച്ചത്. ഇവിടുത്തെ കേരള പോലീസിൽ നിന്ന് ഇത് ചെയ്തിരിക്കുന്ന ഡെപ്യൂട്ടേഷന് കയറിയ കുറേ എണ്ണം ഈ കേരളത്തിലെ CBI തന്നെ കിടപ്പുണ്ട്. അതൊരു വലിയ കുഴപ്പമാണ്. നമ്മുടെ ബാലഭാസ്കറിൻ്റെ കേസ് അന്വേഷിച്ചത് അങ്ങനെ ഒരു പാളിച്ച അതിനകത്ത് പറ്റിയിട്ടുണ്ട്. ഡെപ്യൂട്ടേഷൻ വിട്ടുകളഞ്ഞു. ഡെപ്യൂട്ടേഷൻ ചോദിച്ച് CBI കയറുന്നവരുണ്ട്. ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ BSFൽ പോയി, IPS ഉദ്യോഗസ്ഥനാണ്. അവിടെ ചെന്ന് സർവത്ര കുഴപ്പം. അതിർത്തി കടന്ന് രാജ്യാന്തര അതിർത്തി കടന്ന് ഇങ്ങോട്ട് കയറി പാകിസ്ഥാൻ കയറി അടിച്ചുകൊണ്ടിരിക്കുക.
അത് ഇതുവരെ ഇല്ലാത്ത സംഭവം എല്ലാം BSF ഉണ്ടായി. അവസാനം BSF അയാളെ തിരിച്ചടിച്ചു, തിരിച്ചയച്ചയാളെ. അദ്ദേഹം ഇപ്പോൾ തിരിച്ചിവിടെ കേരളത്തിലേക്ക് വരാൻ വേണ്ടി ക്വാർട്ടേഴ്സ് വെച്ചിരിക്കുക. അവിടുന്ന് പറഞ്ഞയച്ചു, ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ് അങ്ങോട്ട്. ഇവിടുന്ന് ഡെപ്യൂട്ടേഷൻ ചോദിച്ചു അവിടെ ചെന്നതാണ്. BSFന്റെ മേധാവിയായി. പിന്നെ BSF ഇത് സർവത്ര പ്രശ്നം. അവിടെ രാജ്യാന്തര അതിർത്തി നിൽക്കുന്ന BSF അറിയോ? ആ സ്ഥാനത്തേക്ക് കൂടി ഇനി കയറി വരിക അവന്മാർ കൂളായിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ സൈനികരെ കൊല്ലുക. അവസാനം BSFന് കരി കയറി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആദ്യമായിട്ട് എടുക്കുന്ന നടപടിയാണ് BSFന്റെ മേധാവിയെ പിന്നെ കാലം കഴിയും മുമ്പേ മാറ്റുക. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയും മുമ്പേ മാറ്റിയത്. ഏതായാലും ഇവിടെ NIA വന്നു, നല്ല ഉദ്യോഗസ്ഥരാണ്. അവർ തൂക്കി, അവർ താഴവേ നോക്കി. ഇവിടെ നമ്മുടെ ATS ഉണ്ട് കേട്ടോ, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്. ആ സാധനം വളരെ സ്ട്രോങ് ആണ് കേരള പോലീസിൻ്റെ. കാരണം അത് വളരെ യങ് ആയിട്ടുള്ള IPS ഓഫീസേഴ്സിനെയാണ് അതിൻ്റെ ചുമതലയിൽ ഇരുത്താറുള്ളത്. അവരാര് പറഞ്ഞാലും കേൾക്കാറില്ല. ആണാണ്. അതിൽ കുറേ കാലം ഈ ചൈത്ര തെരേസ ജോൺ ഇരിപ്പുണ്ടായിരുന്നു. ചൈത്ര അറിയൂ? ചൈത്ര ഇവിടുത്തെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് കയറിയതാണ്. ഇവിടെ ഒരു കുഴപ്പം കാണിച്ചു CPMമാർ. എന്നിട്ട് ഇവന്മാരെല്ലാവരുടെ ആ പാർട്ടി ഓഫീസിനകത്ത് കയറിയിരുന്നു. ചൈത്രയൊക്കെ നേരെ അകത്ത് കയറി ചെന്നു. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു കയറാൻ പറഞ്ഞു. പോലീസ് കയറി. അങ്ങനെയാണ് ചൈത്ര ഇവിടുന്ന് മാറ്റിയത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയാണെന്ന് എനിക്ക് ഇപ്പം നിലവിൽ SP ആലപ്പുഴ, നല്ല ഉദ്യോഗസ്ഥയാണ്. അങ്ങനെ ATSും കൂടെ NIAയുടെ കൂടെ ചേർന്നതോടുകൂടിയാണ് ഇവിടുത്തെ ATSും NIAയ്ക്കൊപ്പം നിന്നു. അതോടുകൂടിയാണ് ശ്രീനിവാസൻ വധത്തിൽ യവന്മാരെ എല്ലാം പൂട്ടിയത്. യവന്മാരെ കച്ചവടം മൊത്തം പൂട്ടി. പിന്നെ നമ്മുടെ ഇക്കയുണ്ട് ഇതിനകത്ത് കേട്ടോ, CA റൌഫ്. ഇക്ക പിന്നെ സർവ്വയിടത്തുമുണ്ട്, സർവ്വവ്യാപിയാണ്. തൂണിലും തുരുമ്പിലും ഇക്കയുണ്ട്. എവിടെ ആര് പടക്കം പൊട്ടിച്ചാലും ബോംബ് പൊട്ടിയാലും ഇക്ക അതിനകത്തുണ്ടാവും. കാര്യം ഇക്കയുടെ ഒരു കയ്യിലില്ലാതെ ഒരു തീവ്രവാദവും ഇവിടെ നടക്കത്തില്ല. അവസാനം ഒരു ടച്ച് ഉണ്ട്, ഒരു ടച്ച്. അതായത് നമ്മൾ ഏറ്റവും അവസാനം ഒരു കരവിരുതിൽ ഒരു ഫൈനൽ ടച്ച് ചെയ്തില്ലേ, അത് ഇക്ക ചെയ്യും. പിന്നെ യഹിയ കോയ, പുള്ളിയുണ്ട്. അത് പിന്നെ വേറൊരു തീവ്രവാദി. സർവ്വ തീവ്രവാദികളുണ്ട് ഇതിനകത്ത്. പോയി ഇക്കനെ തൂക്കി. ഇക്ക 45 ഇവിടുത്തെ പിന്നെ ആഭ്യന്തരമന്ത്രി ആവാൻ കാത്തിരുന്ന ആളാണ് ഇക്ക. പക്ഷെ ഇക്ക ഇപ്പം അവിടെ ഇരുന്ന് ആഭ്യന്തരം ഭരിക്കത്തേ ഉള്ളൂ. ഇക്ക അവിടെ കമ്പി എണ്ണി കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ട് എണ്ണും ഇങ്ങോട്ട് എണ്ണും. അങ്ങോട്ട് 8 കമ്പി, ഇങ്ങോട്ട് 8 കമ്പി, 8 8 16, പിന്നെ എണ്ണും അങ്ങോട്ട്. അതാണ് ഇക്കയ്ക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ ടീമുകൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് നിന്നവൻ അഷ്റഫ്. അവൻ്റെ KP അഷ്റഫ് എന്നാണ് എൻ്റെ മുഴുവൻ പേരെന്നാണ് എൻ്റെ ഓർമ്മ. KP അഷ്റഫ്. അവനിതുവരെ ജാമ്യം കിട്ടിയിട്ടില്ലെന്ന് എൻ്റെ അറിവ്. ബാക്കി 40ഓളം പേർക്ക് ജാമ്യം കൊടുത്തു. 40-45ഓളം പേർക്ക് കേരള ഹൈക്കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ജാമ്യം കൊടുത്തതിനെതിരെ സുപ്രീം കോടതിയിൽ 3 തവണ പോയി. 3 തവണ ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞു പോയി. കാര്യം ഇവന്മാരെ കിട്ടാൻ പാടാണ്. ഇവന്മാർ മുങ്ങിയതാണ്. ഇവന്മാർ പാസ്പോർട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീപോർട്ട് വഴി മുങ്ങിക്കളായി. പാസ്പോർട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ സീപോർട്ട് വഴി സ്ഥലമുണ്ട്. ഇവന്മാർക്ക് ഇഷ്ടംപോലെ നമ്മുടെ സമീപത്തുള്ള കൊച്ചു രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കാൻ സ്ഥലമുണ്ട്. സ്പോൺസർമാരുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷം ഇവിടെ കോടികളാണ് വന്നത്. ആ വന്നത് പണം മൊത്തം കൈകാര്യം ചെയ്തത് CA റൌഫാണ്. NIAയുടെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ച NIA പുള്ളിയുമായിട്ട് മേലാമുറിയിൽ തെളിവെടുപ്പ് നടത്തിയായിരുന്നു. പിന്നെ ഇതിലൊരുത്തനെ പിടിക്കാൻ വേണ്ടി NIA ശ്രമിച്ചപ്പോൾ ഈ SDPA-കാരന്മാർ അതിന് വളയം വെച്ചു. അപ്പോൾ പറഞ്ഞു 71 പ്രതികൾ 100 ആകുമെന്ന് പറഞ്ഞു. ഈ നിൽക്കുന്നതിൽ ബാക്കിയുള്ളതിനെയും കൂടെ ഞങ്ങൾ എടുത്തിട്ട് 71 പ്രതികൾ ഞങ്ങൾ 100 ആക്കുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരും കൂടി ഈ കൊലക്കേസിൽ പ്രതിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ വരട്ടി NIA. കേരള പോലീസിന് ആംബിയറുണ്ടോ? നിങ്ങൾ 71 പേരല്ല ബാക്കിയുള്ളതിനെയും ഞങ്ങൾ പ്രതിയാക്കുമെന്ന് പറഞ്ഞാൽ ബാക്കി 29 ഞങ്ങൾ പ്രതിയാക്കുമെന്ന് പറഞ്ഞു. ഈ നിൽക്കുന്നതിൽ 29 പേരെയും കൂടെ ഞങ്ങൾ എടുക്കും. ആ 29 പേരും കൂടെ പ്രതിയാകുന്നു. കേരള പോലീസാണ് തിരിച്ചു പോയി. കേരള പോലീസാണ് തിരിച്ചു പോയി. എന്നെ തിരിച്ചു പോകില്ല. എന്നെ അങ്ങനെയൊന്നും മടങ്ങിപ്പോയില്ല. ഒരു കുട്ടിക്ക് അച്ഛനില്ലാതാക്കിയിട്ട് ഇവന്മാരുടെയൊക്കെ ചിരി ഉണ്ടായിരുന്നു തെളിവെടുപ്പിൽ. ഇങ്ങനെയൊക്കെ കാണിച്ചവന്മാർ വിക്ടറി ചിഹ്നമൊക്കെ കാണിച്ചുകൊണ്ടാണ് പല അവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ ശിക്ഷയ്ക്ക് കിട്ടി കോടതിയിൽ നിന്ന് ഇറക്കിയവന്മാരെല്ലാം ചിരിച്ചുകൊണ്ടാണ് പോയ ക്യാമറയെ നോക്കിയിട്ട്. കാര്യം അവന്മാർ ഇതൊരു പുണ്യ പ്രവൃത്തിയായി വിശ്വസിക്കുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നാണ്. ഷെഫീഖ് അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇവന്മാരെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക. ഇവന്മാരെ എല്ലാവരെയും മതം ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരാളെ കൊലപ്പെടുത്തി, ഒരു കാഫിറിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ സ്വർഗരാജ്യം പ്രാപിക്കാം, സ്വർഗം പ്രാപിക്കാം എന്ന വിശ്വാസം. അത് ഇവരുടെ എന്താ പറയുക വിശ്വാസത്തിൻ്റെ ഭാഗമായി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടികളിൽ ഇത് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ
അവിലും മലരും കുന്തിരിക്കോ എന്ന മുദ്രാവാക്യം വിളിച്ചത് ആ ചെറിയ കുട്ടി ഒരാളുടെ തോളത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ ആ കുട്ടിയുടെ പ്രായം എത്ര ആയിരിക്കും? ചെറിയ കുട്ടിയാണത്. അല്ല, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഭാരതാംബയുടെ ചിത്രം മദ്രസയിലെ വിദ്യാർത്ഥികൾ വലിച്ചു കീറുന്ന ഒരു സംഭവം ജൻ ടി വിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ, എറണാകുളം ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ അടി നടന്നു. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. ഒരു ഭാഗത്തേക്കുന്നത് SDP-യോട് താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു കേസ് SDP-യുടെ താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അട്ടിമറിച്ചു. മറുഭാഗത്തേക്കുന്ന പോലീസുകാരെ അത് ചോദ്യം ചെയ്തു. ഉടനെ ഇവന്മാരെല്ലാം അങ്ങ് സംഘടിച്ചു. ഇവന്മാരെല്ലാം ഒരു ടീമായിട്ട് മാറി. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട് ഇവിടെ PHQ-യിൽ കിടപ്പുണ്ടത്. മതം തിരിഞ്ഞ് ഇവന്മാർ കൈകാര്യം ചെയ്യുക. ഇതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഈ SDP-യോട് താല്പര്യമുള്ള എല്ലാവരെയും അല്ല നമ്മൾ പറയുന്നത്. SDP-യോട് പോപ്പുലർ ഫ്രണ്ടിനോട് SDP-യോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേർ ഈ ഭരണ സംവിധാനത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായി കയറിക്കൂടി പല ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ പ്രധാന ഈ റവന്യൂ വകുപ്പിൽ എന്തിനാണെന്നറിയാമോ? ഭൂമി തരംതിരിക്കുകയല്ല. വലിയ കളിയായത്. നമ്മൾ പോലും അറിയാതെ ഭൂമിയൊക്കെ അടിച്ചുകൊണ്ട് പോയെന്നിരിക്കും. റവന്യൂ വകുപ്പിൽ ആളില്ലാത്ത ഭൂമിയുടെ കണക്കുണ്ട്. അതായത് അവകാശികളില്ലാത്ത ഭൂമിയുടെ കണക്കുണ്ട്. സംസ്ഥാനത്ത് അവകാശികളില്ലാതായി മാറിയ ഭൂമിയുടെയൊക്കെ കണക്ക് ഈ റവന്യൂ വകുപ്പിലൊക്കെ ഉണ്ട്. ഇതൊക്കെ പോവും. അതിനൊക്കെയാണ് ഇവന്മാർ ഇതിനകത്ത് കയറിക്കൂടിയിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിലും അവർക്ക് കയറിക്കൂടാൻ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇതിൽ പ്രതിയായത്? ഏത് കേസെടുത്താലും ഇവർ ആൾക്കാർ ഇതിനകത്ത്, ഏത് കൊലപാതക ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എംപ്ലോയി ഇതിനകത്ത് പ്രതിയാവും. ഏത് കേസെടുത്താലും ഒട്ടുമിക്ക കേസിലും ഗൂഢാലോചനയിലായിരിക്കും. ഏതിലായാലും പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച കാര്യത്തിൽ അതെ ചെയ്തു കൊടുക്കും. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അരിങ്കൊലയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ. അതും തറയിൽ വർക്ക്ഷോപ്പിൽ പണി ചെയ്തുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു സ്റ്റൂളിൽ ഇരിക്കുകയായിരുന്നു പുള്ളി. അപ്പോഴാണ് കയറി ചെല്ലുന്നത്. പ്രതീക്ഷിച്ചില്ല. എഴുന്നേൽക്കും മുമ്പേ വെട്ടി. ഇവർ വരുന്നത് ഈ വെട്ടാനാണെന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല. വർക്ക്ഷോപ്പായതുകൊണ്ട് ആരും വരാമല്ലോ. വീടാണ് ശ്രീനിവാസൻ്റെ ഒരു കണക്കുകൂട്ടൽ. വർക്ക്ഷോപ്പിലേക്ക് വരുന്നവരെന്ന് ആ പ്രതീക്ഷിച്ചിട്ടാ എഴുന്നേക്കാതിരുന്നത്. സമയം വെട്ടിക്കളഞ്ഞു. തുടരെ വെട്ട്, 13 വെട്ട്, 3 തലയ്ക്ക് 10 ദേഹത്ത്. സുബൈറിനെ കൊന്നതിൻ്റെ പ്രതികാരം എന്നാണ് പറഞ്ഞത്. സുബൈറിനെ കൊന്നവരെയല്ലേ പിടിക്കേണ്ടത്? നാട്ടുകാരെയാണ് പോയി പിടിക്കേണ്ടത്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ആരെങ്കിലും കൊല്ലണമെന്ന് തോന്നിയമാർ നാട്ടുകാരുടെ നടി ഒന്ന് വേണമെങ്കിൽ ബോംബ് പൊട്ടിച്ചാവും. ഇതൊക്കെ സുബൈറിന്റെ മൃതശരീരം ഉൾക്കൊള്ളുന്ന ഈ മോർച്ചറിക്ക് സമീപത്ത് നിന്നാണ്, മോർച്ചറിക്ക് പുറത്തു നിന്നാണ് ശ്രീനിവാസനെ വധിക്കാനുള്ള ഗൂഢാലോചന ഇവർ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അതുപ്രകാരം പെട്ടെന്ന് ക്വിക്കായിട്ട് തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള RSS പ്രവർത്തകരെ അന്വേഷിക്കുകയും, എന്നാൽ സംഭവ സമയത്ത് അവിടെ മറ്റുള്ള RSSകാരൊക്കെ വിഷു ആയതുകൊണ്ട് ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തുകയുണ്ടായി. മറ്റ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്ന പതിവുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ RSSകാരെല്ലാവരും അവിടെ നിന്ന്, ഈ പ്രബലമായ RSSകാരെല്ലാവരും മാറി നിന്നൊരു സമയത്ത് ഈ പാവത്താനായ ഇദ്ദേഹത്തെ കൊന്നു തങ്ങളുടെ പ്രതികാരം തീർക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം വെച്ചാണ് ശ്രീനിവാസന്റെ മേലാമുറിയിലെ വീട്ടിലേക്ക് കടന്ന് ഈ 3 മിനിറ്റിനുള്ളിൽ ഈ പ്രതികളെ നിർവഹിച്ചത്. വർക്ക്ഷോപ്പിലേക്ക്, വീടല്ല വർക്ക്ഷോപ്പ്. ആ ഒരു വീട്ടിലേക്ക്, മരണവീട് തന്നെ, ആ ഒരു പ്രദേശത്ത് RSSന്റെ വളർച്ച അതിവേഗത്തിലാക്കാൻ ഈ സംഭവം സഹായിച്ചിട്ടുള്ളൂ. SDP-യുടെ വിദ്വേഷം അല്ലെങ്കിൽ SDP-യുടെ മതഭീകരത ഇതൊക്കെ വെളിവാകുന്ന തരത്തിൽ ആളുകൾക്കിടയിലേക്ക് ദേശീയ ബോധം അല്ലെങ്കിൽ RSS ആണ് തങ്ങളുടെ സംരക്ഷകർ എന്ന രീതിയിലുള്ള ഒരു ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ആ സംഭവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മരണാനന്തര ചടങ്ങുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ വീട്ടിലേക്ക് എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയും പ്രാദേശിക നേതാക്കളെയൊക്കെ ആ ഒരു അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിലും മകൾ ഭാരത് മാതാ കീ ജയ് എന്ന വിളികളോടെ വിളിക്കുന്ന ഒരു വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് മാത്രമേ ഈ സംഭവം കൊണ്ട് അവർക്ക് തിരിച്ചടിയായി പോപ്പുലർ ഫ്രണ്ട് പിന്നീട് രാജ്യത്ത് തന്നെ നിരോധിക്കപ്പെട്ടു. RSS അതേസമയം ആ പ്രദേശങ്ങളിൽ വീണ്ടും പ്രബലമായി. ആ കുട്ടി ദുർഗയാണ്. ആ കുട്ടിയുടെ ആ വീര്യം, ഒരു സമര വീര്യം. അതായത് ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. സ്വന്തം അച്ഛനെയാണ് കൊന്നത്. സ്വന്തം അച്ഛനെ അവിടെ വെള്ളപുതച്ച് കിടക്കുമ്പോഴും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ച ആ കുട്ടി ഒരു ദുർഗയാണ്. ആ കുട്ടിക്ക് അത്രയും ചെറിയ കുട്ടിയാണത്, ഇപ്പോൾ വലിയ കുട്ടിയായി കാണും. അതിനെ അങ്ങനെ വിളിപ്പിച്ചത് യുവന്മാരുടെ ഈ പ്രവൃത്തിയാണ്. ഓരോ മനുഷ്യനെയും
ആ രീതിയിൽ മാറ്റിയെടുക്കാൻ യുവമാരുടെ ഓരോ പ്രവൃത്തി, യുവമാർ മണ്ടന്മാരാണ്, പൊതുവെ യുവമാർ മണ്ടന്മാരാണ്. ഓരോരുത്തരെയും കൊല്ലുന്നതിലൂടെ ഇതില്ലാതാകും എന്നാണ് യുവമാരുടെ ധാരണ, പേടിച്ച് പിന്മാറും എന്നാണ് യുവമാരുടെ ധാരണ. പക്ഷേ അതിനെ ആ കുട്ടി തെറ്റിച്ചു. ഭയപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ ആ കുട്ടി അതിനെ തിരിച്ചു കാണിച്ചു കൊടുത്തു. നീയൊക്കെ എന്ത് ചെയ്താലും ഞങ്ങൾ ഭയപ്പെടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ആ കുട്ടി കാണിച്ചു കൊടുത്തു. ആ ദൃശ്യമാണ് അവന്മാർക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരെയും ജീവൻ എടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് അതൊരു ഊർജ്ജമായി മാറുകയാണ്. ഒരു കാര്യവുമില്ലാതെയാണ് ആ മനുഷ്യനെ കൊന്നത്. അത് ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാതെ തറച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ മാത്രമല്ല, പരിസര പ്രദേശത്തുള്ള ഒരുപാട് പേരുടെ ഉള്ളിൽ ആ വീഡിയോ കണ്ട എല്ലാവരുടെയും മനസ്സിലത് തറച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുപ്പ് സമ്പാദിക്കുകയാണ്. നിങ്ങൾ കൊലയിലൂടെ ഭയമല്ല സമ്പാദിക്കുന്നത്, വെറുപ്പാണ് സമ്പാദിക്കുന്നത്. നിങ്ങളോട് അവജ്ഞയാണ്, പുച്ഛമാണ്. അതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ഇവിടുത്തെ സ്ത്രീകൾ തന്നെ ചൂലെടുത്തടിക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. പണ്ട് നമ്മുടെ അതിർത്തിയിലേക്ക് കുറേ എണ്ണത്തെ ഇവന്മാർ പറഞ്ഞു വിട്ടു. എന്നിട്ട് നമ്മുടെ സൈന്യത്തിന് നേരെ ഇവന്മാർ ഫയർ ചെയ്യിപ്പിച്ചു, എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നു. അത് ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ മോൻ്റെ ബോഡി കാണണ്ടെന്ന് പറഞ്ഞു, കൊണ്ടുപോക്കോളാൻ പറഞ്ഞു, എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. രാജ്യത്തിനെതിരെയാണ് യുദ്ധം ചെയ്യാൻ നോക്കിയത്. ഇതൊക്കെയാണ് ഇവന്മാരുടെ ഇവിടുത്തെ കലാപരിപാടികൾ. സി എ റൈഫ് എന്തായാലും അവിടെ തന്നെ കിടക്കട്ടെ, കമ്പി എണ്ണട്ടെ, എണ്ണി തീരുമ്പം കാൽക്കുലേറ്റർ കൊടുക്കുക ക്ഷീണിക്കുമ്പം. ശരി. എന്തായാലും ശ്രീനിവാസൻ വധം പാലക്കാട് ജില്ലയിലെ RSS പ്രവർത്തകർക്ക് മാത്രമല്ല കേരളമെമ്പാടുമുള്ള RSSൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ഒരു ഊർജ്ജമാണ്, അല്ലാതെ ഭയന്ന് പിന്മാറിയിട്ടില്ല. എന്തായാലും ആ ഒരു വധത്തോടെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന രാജ്യത്തില്ലാതായി. അതൊരു ചുവടുവയ്പ്പായിരുന്നു. രാജ്യത്ത് ആഭ്യന്തര തീവ്രവാദ ശക്തികൾക്ക് ഭാരതത്തിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്നെയായിരുന്നു അത്.